السلام عليكم ورحمة الله وبركاته. إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. عباد الله اتقوا الله. പ്രിയസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, ഖാലിക്കും മാലിക്കും റാസിക്കുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന വിധിവിലക്ക് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോടുകൂടെ അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് ജീവിക്കണം ചൊന്നിട്ടു. സ്വന്തത്തൊട്ടികയും നിങ്ങളെല്ലാ ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കിക്കൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് യഥാർത്ഥമായ മുസ്ലിമായിട്ട് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് കാമിലായ ഈമാനോട് കൂടെ ഈ ലോകത്തിൽ നിന്ന് പോകുള്ളതായ ആ മഹാഭാഗ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവർക്കും അനുഗ്രഹിച്ചു തരട്ടെ. ആമീൻ. സഹോദരന്മാരെ, സഫർ തിങ്കളായിട്ടിരിക്കുന്ന ഞങ്ങൾ ഉള്ളത് ഹിജിരി വർഷത്തെ രണ്ടാമത്തെ തിങ്കളായിട്ടിരിക്കുന്ന സഫർ തിങ്കൾ. ദീനുൽ ഇസ്ലാമും ചൊല്ലത് അത് ഒരു പൂർത്തിയായ ദീനായിട്ടിരിക്കുന്നത്. അതിൽ എന്തും പുതിയത് കൊണ്ടുവരകുമില്ല, അതിൽ നിന്ന് എടുത്ത് മാറ്റവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കാലഘട്ടത്തിലെ അതിനെ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അള്ളാഹുരെ മുട്ട കബൂലായ ഒരു ദീനും തോന്നെങ്കിൽ ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാമായിട്ടിരിക്കുന്ന അള്ളാഹു കബൂലാക്കുന്ന ദീൻ. ഈ ദുനിയാവിൽ പല നമ്മത്തെ ദീനുണ്ട്, ಬೇರೆ ಬೇರೆ പേരിൽ ഞങ്ങൾ വിളിക്കുക. ഈ ദീൻ രംഗ ആ ധർമ്മത്തെങ്ങാൻ ചൊന്നിട്ടു എല്ലാ ദീൻറെയും ഞങ്ങൾ ഇസ്ലാമുക്ക് കമ്പയർ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടതായ ഒരു വിശേഷത്തെയും ചൊന്നെങ്കിൽ ഇതിന് ഏതൊരു റൂൾ ആവട്ടെ, ഏതൊരു വിശ്വാസ ആവട്ടെ,
ഔട്ട്ഡേറ്റഡ് ആവുക സാധ്യമില്ല. അത് എപ്പം അത് ലേറ്റസ്റ്റ് ആയിട്ടിക്കറ് 1400 വർഷത്ത് മുന്നോളൂ ദീന് ചൊന്നിട്ടു ഞങ്ങൾ എന്ത് വിശ്വസിച്ചിരമ അണ്ടത്തെ മുസ്ലിമിಗೆ എന്ത് കൊണ്ടു നടന്നാറ എന്ത് ആക്കിറാറ എന്ത് ബുട്രാറ അതെല്ലാം ഇണ്ടും അത് ദീനായിട്ടിക്കറ്, അത് ഇസ്ലാം ആയിട്ടിക്കറ്. ചേഞ്ചസ് ബദലാവണ ദീന്റെ വിഷയത്തിലില്ല, ദുനിയാവിന്റെ വിഷയത്തിൽ പല നമ്മത്തെ ഡെവലപ്മെന്റും പുതിയ പുതിയ ടെക്നോളജിയും പറ മാത്രമ ദീന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്ത് ദീനായിട്ടിക്കറ് അതേ ഇണ്ടുകും ദീനും യൗമൽ ഖിയാമത്ത് തോല ഇലാ യൗമൽ ഖിയാമത്ത് തോല അതേ ദീനായിട്ടിക്കറ്. അതിൽ ഒരു ചേഞ്ചസ് അതിലൊരു മാർപ്പാട് അതിൽ ബദലാവണി തറകു കൊണ്ടുവരകു സാധ്യമില്ല. വേറെ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ നോക്കുന്നുണ്ടായെങ്കും കാലത്തുക അനുസരിച്ചിട്ട് അങ്ങ് അതിലൊരു എഡിറ്റിംഗ് നടത്തുറാറ്. അങ്ങനെ അതിൽ റൈറ്റ്സും ഉണ്ട്. അങ്ങനെ ദീനില് അങ്ങ വിശ്വസിച്ചതാ ഇത് അങ്ങ ആക്കിയ റൂൾസിലും എന്തിന് ഇത് പോപ്പുമാർക്ക് അതില് ആ ഒരു അങ്ങനെ ഒരു കമ്മിറ്റി അതെല്ലാം ഉണ്ട്. അതിൽ ചർച്ച ആക്കിയിട്ട് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇതിൽ യോജിക്കില്ല, ഇതിൽ ചേഞ്ചസ് കൊണ്ടുവരും, ഇതിൽ ബദലാവണെ കൊണ്ടുവരും, കാലം അങ്ങ് ചേഞ്ചസ് ആക്കാറ് അങ്ങ് ആക്കിക്കൊണ്ട് ഉള്ളാറ്. അതായിട്ടിരിക്കുന്നത് ഞങ്ങൾ ചൊല്ലേ ഇഞ്ചില് അല്ലെങ്കിൽ തൗറാത്ത് അല്ലെങ്കിൽ സബൂർ ഇണ്ട് ഞങ്ങൾ വിശ്വസിക്കും പോലെ ഇല്ല. എന്താ വെച്ചാൽ അതിൽ കൈകടത്തിൽ നടന്നത് മാത്രമ ഖുർആനില് ഖിയാമത്ത് നാളത്തോളം ആരോർത്തക്കും ചേഞ്ച് ആക്കുക സാധ്യമില്ല. ഇനി ഞങ്ങളെ ഇന്ത്യത്തെ ഒരു ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിൽ കേസ് ഫയൽ ആക്കിയാറ് ഖുർആനിലുള്ളതായ ചില ആയത്തുങ്ങ ഭയോത്പാദനക്ക് സപ്പോർട്ട് ആക്കുന്ന ആയത്തായിട്ടിക്ക് അതിൽ എടുത്ത് മാറ്റുന്നു. ഇപ്പത്തെ ഇന്ത്യത്തെ അവസ്ഥക്ക് ഇത് സൂട്ടബിൾ അല്ല എന്ന് ചൊന്നിട്ടു മുസ്ലിമുടെ ഒരു പേരുള്ള ആളെ കൊണ്ടുപോയിട്ട് സുപ്രീം കോർട്ടിലായിട്ടിക്ക് ഇന്ത്യത്തെ സുപ്രീം കോർട്ടിലും കേസ് ഫയൽ ആക്കിയപ്പോ അണ്ട് ആഡളിതത്തിലുള്ളതായ ഗവൺമെന്റ് സമയത്ത ദീനുൽ ഇസ്ലാമിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന് ചൊല്ലുക സാധ്യമല്ല. അങ്ങനത്തെ ഒരു ഗവൺമെന്റും ഇത് എന്നിട്ടും അണ്ടത്തെ സുപ്രീം കോർട്ട് ചൊന്ന് ഇല്ല ഇത് ചേഞ്ചസ് ആക്കുക ആവില്ലാണ്ട് അത് വാദിച്ചതായ വക്കീലമ്മ അല്ലെങ്കിൽ കേസ് ഫയലാക്കിയതായ പിറ്റീഷണറ താക്കത്ത് അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്നതായിട്ടിക്കറ് നാനായിട്ടിക്കറ് ഈ ഖുർആന്റെ കൂടെ നാസിലാക്കിയത് ഇതിരെ ചേഞ്ചസ് ആവാത്ത പോലെ അതിലെ പ്രൊട്ടക്ഷൻ അതിലെ രക്ഷണ നന്റെ ജവാബ്ദാരിയായിട്ടിക്കറും ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നറ. ഇതിന്റെ കൂടെ ഉള്ളതായ ഖുർആന്റെ എല്ലാം കത്തുപാറ്റി ഉണ്ടായിരുന്നു ദുനിയാവുള്ള ആർക്കും ഈ ഖുർആന്റെ ഇല്ലാണ്ടാക്കുക സാധ്യമല്ല. അത്ര ഹാഫിൽമാരുള്ളാറ് ദുനിയാവും. റീപ്രൊഡക്ഷൻ ആക്കുക ഒരു കഷ്ടവുമില്ല. വേറെ ഏത് ധർമ്മത്തെ ഒരു ഗ്രന്ഥം എടുത്തിട്ടുണ്ടെങ്കിലും ഓർക്കോ എല്ലാത്തിനെയും നാശാക്കിയിട്ടുണ്ടെങ്കിലും അതിലെ റീപ്രൊഡക്ഷൻ പാടെ വാപ്പസ് അതേപോലെ ഒരു ബുക്ക് കൊണ്ടുവരകു സാധ്യമേ ഇല്ല. പായത് കൊണ്ടിട്ടു നാ ചൊന്നു വന്നത് പുതിയത് കൊണ്ടുവരകു ഈ ദീനിൽ ആർക്കും അവകാശം ഇല്ലാണ്ടായിട്ടിക്കറ്. ഇമാം മാലിക് റഹിമഹുല്ല ചൊന്ന ഒന്ന് പലക്കായിട്ടിക്കറ്. ഇമാം മാലിക് റഹിമഹുല്ല ചൊന്ന പലക്കായിട്ടിക്കറ് മനിബ്തദ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസനതൻ ഫഖദ് സഹമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന الرسالة لأن الله يقول اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا فما لم يكن يومئذ دينا فلا يكون اليوم دينا. ഇമാം മാലിക് റഹിമഹുല്ല ഖുർആന്റെ ഒരു ആയത്തിലെ ഒരു ചെറിയ പൂൾ കോട്ടാക്കിട്ട് അതിൽ ചൊന്നിട്ടായിട്ട് ഈ ബിസിയായി ചോൾട്ടി ഇമാം മാലിക് റഹിമഹുല്ല ചോൾട്ടു ആരെന്നിർത്ത ഇസ്ലാമുലു മാനിബ്തദ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹാ ഹസനതൻ ആരെന്നിർത്ത ഒരു പുതിയതായ ഒരു എന്തെങ്കിലും ഒരു സിസ്റ്റം അല്ലെങ്കിൽ പുതിയതായ ഒരു എന്തെങ്കിലും ഒരു ദിക്റ അദ്കാറ അല്ലെങ്കിൽ പുതിയതായ ഒരു നോമ്പ് ആര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിട്ടില്ല. അതേപോലെ സഹാബത്ത് അതിന്റെ വിഷയത്തിൽ ഗൊന്തില്ല അങ്ങക്ക് അങ്ങനത്തേതായ ഒരു ബിദ്അത്ത് ഒരു പുതിയതായ ഒന്ന് അതിലെ ദീനിൽ ആരെങ്കൊടുത്ത തുടക്കിയ കൊണ്ടുവന്ന അത് എത്ര വലിയ ആള് വേണമെങ്കിൽ ആവട്ടെ അത് കൊണ്ടുവന്ന എന്നിട്ട് അതിനെ അവന് ചൊന്നു നടന്ന നല്ലത് ഇതുണ്ട് ഇത് നല്ലതായിട്ടിക്കറ് സഫർ തിങ്ങുള്ളൂ സഫർ പോവാണ്ടിക്കരുത് നല്ലതായിട്ടിക്കറ് ട്രാവൽ ആക്കരുത് ബിസിനസ് തുടങ്ങുന്നത് നല്ലതല്ല സഫർ തിങ്ങുള്ളൂ അതൊക്കൊരു സമല്ല. സഫർ അവസാനത്തെ പൊതനാസ രണ്ട് വലിയൊരു നഹസുള്ള നാളായിട്ടിക്കറ്
അത് അണ്ടത്തെ നാളും ചൊന്നെങ്കിൽ വല്ലാത്ത നാളായിട്ട് അണ്ട് ദ്വാരക്കോണു പിന്നെ അണ്ട് വേറെ വേറെ സ്പെഷ്യൽ നിസ്കാരവും അതുക്കാറും അതും ഇതും ഇങ്ങനത്തെതല്ല ഞാൻ ചൊല്ലെ ഒരു ഉദാഹരണക്ക് ചൊല്ലിട്ടെങ്കിൽ പല നമ്മത്തെ ഉദാഹരണം ഞങ്ങൾ കൊടുക്കാം പുതിയത് ഇപ്പത്തേക്ക് വന്ന് കുറെ കൂടെ വയസ്സായ ആൾ മാറിക്കുവാറ് 60-65 വയസ്സ് അങ്ങനെ ബാല്യത്തില് 10-15-20 വയസ്സില് അങ്ങ് കാണാത്ത കുറെയെല്ലാം ഇപ്പൊ കണ്ടുകൊണ്ടുണ്ട് ദീന്റെ വിഷയമായിട്ട് ദീനും ചൊന്നിട്ടു ആൾമാർക്ക് പഠിപ്പാറ്റി കൊണ്ടുള്ള യറാഹ ഹസനത്തൻ അതിലെ നല്ലതും ചൊന്നിട്ട് അവന് വിചാരിച്ചിട്ട് ആൾമാരെ ഇടയിൽ പ്രചരിപ്പിക്കൊക്കെ ശുരുവാക്കിയ ആൾമാരെന്താക്കിയാറ് പുതിയതല്ലേ ലേറ്റസ്റ്റ് ചൊല്ലുമ്പത്തേക്ക് ഇപ്പത്തെ ട്രെൻഡും ചൊല്ലുമ്പത്തേക്ക് ആൾമാർക്ക് ഒരു കൊസിയാറായിട്ട് പലതെല്ലാം ആക്കുമ്പത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോമ്പു തിങ്കളാശയും ബേലാശയും സുന്നത്തുണ്ടും ചൊന്നിട്ടായ വലിയ ആൾമാർ വലിയ ഇതില്ല എന്തായിരുന്നു പണ്ടേ ഉണ്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതായിട്ട് അതല്ല ഒരു മെഹറാജിറെ നോമ്പു ചൊന്നു ബറാത്തിയ നോമ്പു ചൊന്നു അതുക്ക് കാറ്റതായ ആ ഉത്സാഹം ഉണ്ടല്ലേ സുന്നത്തായ നോമ്പു കാട്ടില്ല റമദാന് കഴിഞ്ഞിട്ട് പിന്നത്തെ തിങ്കളിലും 6 നോമ്പ് സുന്നത്തി ചൊല്ലുമ്പോ ആ വിഷയത്തിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വെച്ചാൽ അത് സുന്നത്തായിട്ട് ശൈത്താൻ അവിടെ ഇടപെടരുത് മനുഷ്യന്മാരെ ഇടയില് പുതിയ ട്രെൻഡ് ആൾമാർ എന്താക്കാറ് യാരെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കാറ് അങ്ങനത്തെ എന്തേ ഒരുത്ത കൊണ്ടുവന്നാണ്ട് കണ്ടെങ്കിൽ ഇമാം മാലിക് റഹിമുള്ള ചൊല്ലിട്ട് ഞാൻ ചൊല്ലിട്ടതല്ല എന്നിട്ട് അവന് വാദിക്കൽ എന്തായിട്ട് ആ പുതിയത് കൊണ്ടുവന്നതായ ആൾ എത്രേ വലിയ ആളാവട്ടോ എത്രേ വലിയ ഉസ്താദായെങ്കിലും സമ എത്രേ വലിയ ആളായെങ്കിലും സമ അവന് വാദിക്കൽ എന്തായിട്ട് ഇമാം മാലിക് റഹിമുള്ള ചൊല്ലിട്ട് ഫഖദ് സഹമ അന്ന മുഹമ്മദൻ ഖാന റിസാല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ ഞങ്ങൾക്ക് മോശാക്കിര് ചീറ്റിംഗ് ആക്കിരുട്ടായിട്ട് അവന് ചൊന്നുകൊണ്ടുള്ളേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന മുഹമ്മദ് റസൂലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലും ചൊന്നിട്ട് വിശ്വസിച്ചതായ ഞങ്ങളായിട്ട് ദീനിക്ക് എൻട്രി ആവുണ്ടായെങ്കിൽ കലിമത്തു ഷഹാദത്തിന് രണ്ടാമത്തെ ഭാഗമായിട്ട് അന്ന മുഹമ്മദ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള നാന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലും ചൊന്നിട്ട് വിശ്വസിച്ചിരൻ ചൊന്നിട്ട് ഞങ്ങൾ എന്താക്കണു വിശ്വസിക്കണു ചൊല്ലണു അത് പ്രാവർത്തികമാക്കണു അപ്പൊ റസൂലും ചൊന്നെങ്കിൽ എന്തായിട്ട് ഞങ്ങളെ വിശ്വാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ ബണ്ട് എവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ കടത്തറ മെസ്സേജ് കടത്തറ ഓക്കെ റിസാലത്ത് ബണ്ട് എന്നിട്ട് ആ മെസ്സേജിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആൾമാർക്ക് പഠിപ്പാട്ടോടുള്ള ആൾമാർക്ക് ചൊന്നു കൊടുക്കുള്ള ജവാബ്ദാരിയായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് ആക്കരുതും വിട്ടതും ബാക്കി ആൾമാർക്ക് വിട്ടത് ചൊല്ലുടെ ജവാബ് അതായിട്ട് റസൂലും ചൊന്നെങ്കിൽ അന്ന മുഹമ്മദ് റസൂലുള്ള ഞാൻ സാക്ഷ്യം വയ്ക്കറേ നബിക്ക് ഇത് എന്ത് വഹീ ബണ്ട് മെസ്സേജ് ബണ്ട് അല്ലാഹുവിനെ മുട്ട അത് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി എത്തുപാട്ടിയും ചൊന്നിട്ടു ഇമാം മാലിക് ചൊല്ലുടെ ദീനില് പുതിയ ഒന്ന് കൊണ്ടുവന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടാത്ത ഒന്ന് കൊണ്ടുവന്നിട്ടെങ്കിൽ അവൻ എന്തായിട്ട് വാദിക്കറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റിസാലത്തിന്റെ വിഷയത്തിൽ എന്തൊരു ജവാബ്ദാരി ഏറ്റെടുത്ത അതില് മോശ കാണിച്ചിട്ട് അതില് ചീറ്റിംഗ് ആക്കിയതെന്ന് ചൊന്നിട്ടു എല്ലാം ചൊന്നു തന്നിട്ടില്ലാണ്ട് പുതിയ ഒന്ന് കൊണ്ടുവന്നല്ലേ ഇതൊന്ന് എക്സ്ട്രാ ഉണ്ട് അതില് അത് നബിക്ക് ചൊല്ലൊക്കെ വിട്ടുപോയിരേന്ന് ചൊന്നിട്ടു ഐറ്റിക്കർ വാദിക്കരേണ്ട് ആര് ചൊന്നേ ഇമാം മാലിക് റഹിമുള്ള അപ്പൊ ഒരു ബിദ്അത്ത് ദീനിൽ ഇല്ലാത്തത് ഖുർആനിൽ ഇല്ലാത്തത് ഹദീസിൽ കാണാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കാത്തത് സഹാബത്തുക്ക് പരിചയമില്ലാത്ത ഒന്നും ഞങ്ങൾ ആക്കുമ്പോഴത്തേക്കും ഞങ്ങളും ഇതേ വാദക്കാരായിട്ടിക്കറ എത്ര വലിയ ഡേഞ്ചർ ആയിട്ടിക്കറ നബിയുടെ മേലെ ഒരു കള്ള ആരോപ അപവാദ ഇഡ്ഡം ചൊന്നെങ്കിൽ എത്ര വലിയ ഒരു ആരോപായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിസവിக்கிறങ്ങായിട്ടിരിക്കണം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ജീമത്തെ കാണാൻ പിരിസവിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മേലെ സലാത്ത് ചൊല്ലണം നബിരെ ആദരിക്കണം എല്ലാം ആക്കണം എങ്ങനെ നബിയുടെ സുന്നത്തിനെ തുടരണം നബി എന്തിനെ ചൊന്തുറ അതാക്കണം നബി ആക്കി തന്ന് കാട്ടിയതിനാക്കണം നബി ഞങ്ങൾക്ക് അപ്രൂവൽ അംഗീകാരം തന്നത് സഹാബത്ത് ആക്കിയപ്പോ നബി അംഗീകാരം കൊടുത്തത് അതായിട്ട് സുന്നത്തിന് ചൊല്ലത് അപ്പൊ ഇതൊക്കെ എതിരായിട്ട് പുതിയതോർത്ത കൊണ്ടുവന്നിട്ടെങ്കിൽ അവന് നബിയുടെ മേലെ ഉള്ള ആരോപം അവൻ്റെ എന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ എല്ലാം പഠിപ്പാട്ടിട്ടില്ലാണ്ടായിട്ട് എത്ര വലിയ ഒരു ആരോപമായിട്ട് എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ല അവിടെ ഓതിരതായ ഒരു ആയത്ത് അയാൾ ആ പലക്കത്തുക്ക് സപ്പോർട്ടായിട്ട് ഖുർആന്റെ ആയത്ത് ഓതി ഇമാമിങ് അങ്ങനെ ആയിട്ടിക്കറാറ് അങ്ങനെ എന്ത് ചൊല്ലുണ്ടെങ്കിൽ അതുക്ക് ഖുർആന്റെയും ഹദീസിനെയും സപ്പോർട്ട് കൊണ്ടുവന്നിട്ടായിട്ട് അങ്ങ് ചൊല്ലത്
சொல்லிட்டு பழக்க அல்யௌம அக்மல்து லக்கும் தீனக்கும் வ அத்மம்து அலைக்கும் நிஅமதி வ ரதீது லக்குமுல் இஸ்லாம தீனா. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ഇറങ്ങിയ ആയത്തായിട്ടിരിക്കുന്നു. അല്യൗമ ഇണ്ടത്തെ നാളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുടെക്ക് മുന്നോളൂ കുരിയ മുന്നോളൂ ഹജ്ജാക്കിത്ത്. ഓക്കെ, ദുൽഹിജ്ജ തിങ്കളായിട്ടിരിക്കും. പിന്നത്തെ റബിയുൽ അവ്വലായിട്ടിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുടെ ആ തിങ്കളു ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബിരെ ഇറങ്ങുന്ന ആയത്തായിട്ട് അല്യൗമ ഇണ്ടത്തെ നാളില് അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളെ ദീന്റെ ഞാൻ പൂർത്തിയാക്കി തന്നെ, നിങ്ങളെ ദീന്റെ പൂർത്തിയാക്കി തന്നെ. എന്നിട്ട് വ അത്മംതു അലൈക്കും നിഅമതി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ നിങ്ങൾക്ക് നിഅമത്തായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം ചൊല്ലുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ നിഅമത്തിനെ ഞാൻ എന്താക്കിയ പൂർത്തിയാക്കി തന്നെ. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമു ദീനിലെ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട ഒരു ദീനായിട്ട് ഞാൻ നിങ്ങൾക്ക് ആക്കി തന്നെ. അപ്പൊ ദീന് പൂർത്തിയായാൽ പിന്നെ ഇനി പാടവ പസിടവുണ്ട. ഒരു പാത്രത്തിക്ക് തണ്ണി വലിച്ചിട്ട് അതിൽ പൂർത്തിയായാൽ പിന്നെ അതിൽ പിന്നെ പാടവ പസടക്ക് ബീത്തിങ് എന്താവും, അതിലുള്ളത് പുറത്തു പോകും, അതിലുള്ളത് പുറത്തു പോകും. അങ്ങനെ ആയിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ബിസിയാ. ഇനി പുതിയ ഒരു ബിദ്അത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ദീനുണ്ടല്ലേ, ഉള്ള ഈമാൻ, ഉള്ള സുന്നത്ത് അതെല്ലാം പുറത്തു പോയിട്ട് പുതിയതായിട്ട് തുടങ്ങിയേ ഓണം വാദിക്കരുത്. അതായിട്ടിക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയതിന് പിന്നാലെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് റിസാലത്ത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഒരു കള്ള ആരോപ നബിയുടെ മേലിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവനുക്കുള്ള പക്ക ഏത് ഹദീസിൽ ചൊന്നതായിട്ടിക്കരുത്. അവനു ജഹന്നമിന് ഒരു സീറ്റ് റിസർവ് ആക്കി വെച്ചാണ്ട് വിദ്യാർത്ഥി പർവ്വത്തിൽ പോയിട്ടായെങ്കിൽ ജഹന്നമര ഒരു സീറ്റ് റെഡിയാക്കി വെച്ചാണ്ട്. നിങ്ങൾ സംശയം ഇല്ലെങ്കിൽ ബുഡൊരു ബാവ ബിസയ ഇതിൽ നക്ക് സംശയമുണ്ട്. ഇത് ഇതിലെ പർവ്വത്തിൽ എന്തുകൊണ്ട് ഫറലാക്കപ്പെട്ട വിഷയത്തിൽ അല്ല ഇവിടെ സംശയമുള്ളത്. എല്ലാ വിഷയമുള്ള ഈ പുതിയ പുതിയ വന്നതായിട്ട് നല്ലതും ചൊന്നിട്ടാക്കൂ പോയിട്ട് സുന്നത്തുമല്ല ഫർദുമല്ല ക്ലിയർ ആയ ഒരു എന്ത് റൂളിങ്സ് അതിന് മേലില്ല. അഹ്കാമുൽ ഖംസ ചൊന്നിട്ട് 5 റൂളിങ്സ് ഉണ്ട് ഏതില് ഇസ്ലാം ദീനിൽ. ആ റൂളിങ്സിൽ പെടാത്തതായിട്ടിക്കറ് ആക്കിയങ്ങു ആവും ആക്കില്ലങ്ങു ആവും. ഇത് നല്ലതായിട്ടിക്കറും ചൊന്നിട്ട് കൊണ്ടുവന്നിട്ടായിട്ടിക്കറ് പുതിയ പുതിയതെല്ലാം ഇൻട്രൊഡക്ഷൻ ആക്കറ്. പുതിയ സലാത്ത്, പുതിയ ദുആ, പുതിയ തസ്ബീഹ്, ഇങ്ങനത്തേതായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടാത്ത ബിദ്അത്തായ പുതിയത് ദീനിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ നബിയുടെ മേലെ ആരോപ്പായിട്ടിക്കറ് വലിയ ഡേഞ്ചർ ആയിട്ട് പാടെ ഞാൻ വാപ്പസ് ചൊല്ലുന്നത് മനസ്സിക്ക് തെല്ല് തറക്കട്ടുണ്ടായിട്ടിക്കറ്. എന്ന് വെച്ചെങ്കിൽ ഇത് വലിയ ഡേഞ്ചർ വിഷയമായിട്ടിക്കറ്. എന്തുകൊണ്ടിട്ട് അത് വലിയ ഡേഞ്ചർ ചൊന്നെങ്കിൽ ആരം കൊടുത്ത ഇപ്പൊ കല്ല് കുടിക്കറ, അല്ലെങ്കിൽ കൊടുത്ത കളവ് ചൊല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തപ്പാക്കാണ്ട് വിചാരിക്കുക. അവന്റെ മനസ്സിൽ അവൻ ഉറപ്പുണ്ട്. അവനക്ക് ഞാൻ ഇതാക്കരുത് എന്തായിട്ടിക്കറ്, ഞാൻ ഇതാക്കരുത് തപ്പായിട്ടിക്കറ് ചൊന്നിട്ട് അവന്റെ മനസ്സിൽ എന്ത് ഉറപ്പുണ്ടു. അവന് ഉണ്ടല്ലെങ്കിൽ നാളെ അവന് തൗബ ചെയ്ത് മടങ്ങുകയുമായി. എന്തേ ഞാൻ ആക്കരുത് തപ്പായിട്ടിക്കറും ചൊന്നിട്ട് അവന്റെ മനസ്സിൽ ചൊല്ലു. അവന് ചൊല്ലില്ല ഞാൻ ആക്കരുത് സമ ഒരുത്ത പിടക്കേ ആക്കിക്കൊണ്ടുള്ള അവൻ ഒർക്കും വാദിക്കില്ല ഞാൻ ആക്കരുത് സമാണ്ട്, ഞാൻ ആക്കരുത് തപ്പും ചൊല്ലു. അവന്റെ മനസ്സ് അവനക്ക് ചൊല്ലു. അവന് അതൊക്കെ റെഡിയുള്ള അവനക്ക് മടങ്ങി ബറകു ചിലപ്പോ ടൈം വേനാവും, അല്ല മടങ്ങി ബറാട്ടിക്കുമൈ. അത് വേറെ വിഷയം. ഇത് ഡേഞ്ചർ അല്ല. എന്താ വെച്ചാൽ അവന് മടങ്ങി പറ്റ ചാൻസ് ഉണ്ട്. മാത്രമല്ല ബിദ്അത്ത് ആക്കിற ഒരു മനുഷ്യ അവന് വിചാരിക്കുന്നത് ഞാൻ ആക്കുന്നത് സമായിട്ടിക്കറ്, ഞാൻ ആക്കുന്നത് നല്ലതായിട്ടിക്കറ് വിചാരിക്കറേ. ഇപ്പോ മെഹറാജിലെ നോമ്പ് ഓർത്ത റജബ് 27 നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ ബറാത്ത് 2 നോമ്പ് പിടിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ സലാത്ത് കൊണ്ടുവണ്ട, അല്ലെങ്കിൽ സഫറിൽ അവസാനത്തെ പൊതനാസരെ ഒടുക്കത്തെ പൊതനാസൻ ചൊന്നിട്ടു അവന് കുറെ സ്വീറ്റും അതും ഇതല്ല. എന്താ വെച്ചാൽ ഞങ്ങളെ ഒരു കൗമര ഒരു അവസ്ഥ എങ്ങനെ ചൊന്നെങ്കിൽ ബേജാറുകും സന്തോഷത്തും ജണ്ടുകും ഊണേ ജണ്ടുകും സ്വീറ്റും ഊണും ഇതായിട്ടിക്കൽ മരിച്ചോടെ പോയിട്ടാകും ഞങ്ങൾ എന്തേ ചോറും കോഴിക്കറിയും ഇപ്പൊ ബിരിയാണിയും സ്റ്റാർട്ട് ആയിട്ട് 3-2 7-2 പോണാൾ 2 മങ്ങിലായിട്ടാകും അതുവേ ആയിട്ടിക്കൽ. ഇനിയിപ്പോ ഫാത്തിഹ അത് ഇതെല്ലാം ഹാളിൽ തുടങ്ങുമ്പോൾ ഭയങ്കര കൊന്നില്ല ആ അവസ്ഥ ആയിട്ട് ഞങ്ങളെ കൗമിടത്. അപ്പൊ അവസാനത്തെ പൊതനാസ സഫറിലെ അവസാനത്തെ പൊതനാസ ഈ കൗമിൽ വെച്ച് ആരത്തെ ആൾമാർ വിചാരിച്ചത് എന്താ ചൊന്നെങ്കിൽ അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി വന്നത് അവസാനത്തെ പനി ശുരുവായി അണ്ടായിട്ടിക്കറ്. അപ്പൊ അണ്ട് ചൊന്ന വലിയ ഒരു നഹസുള്ള നാളായിട്ടിക്കറും ചൊന്നിട്ട് ഈ കൗമി വിചാരിച്ചത്.
പണ്ട് എന്തിനാക്കടെ പണ്ട് ബേജാറിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പനി വന്ന നാളിൽ ബേജാറ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ നാളിലും ബേജാറിൽ വേണം. ഈ 2 നാളിലും ആക്കണെന്തിര് ദർസിലെ മക്കൾക്ക് എന്തിര് ഇത് ചക്കര കഞ്ഞി ആക്കിയിട്ട് കൊടുക്കൂടെ മുന്നോളിന്ത് ശരിയാക്കുമ്പോ ഇപ്പൊ ചേഞ്ച് ആയിടാൻ പോകുന്നില്ല. ഇപ്പൊ ചിലപ്പോ കേക്കായിട്ട് കോമായി ലേറ്റസ്റ്റ് അല്ലെ ട്രെൻഡ് പ്രകാരല്ലേ ഞങ്ങൾ പോകണ്ട. ഇപ്പൊ എന്ന് വെച്ചോണ്ടെങ്കിൽ ഞങ്ങളെ കൗമിപ്പോ എങ്ങനെ വെച്ചോണ്ടെങ്കിൽ ഞങ്ങളുടെ ബാലക്കാരും എല്ലാവരും ട്രെൻഡ്സ് ആൻഡ് ഫ്രണ്ട്സ് ട്രെൻഡ് എങ്ങനെ ഉണ്ടോ അതിന് പിന്നാലെ ആയിട്ട് പോണ്ടേ. പിന്നെ ഫ്രണ്ട്സുമാർ എന്ത് ആക്കട അതിന് പിന്നാലെ ആയിട്ടിരിക്കാറ്. ഈ 2 ഇതായിട്ട് എന്തിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു എന്തിന് തീരുമാനാക്കട വിഷയ. അപ്പാമ്മ ചൊന്ന പോലെ മക്ക കേൾക്കില്ല. പിന്നെ ആറ് ഫ്രണ്ട്സ് ചൊന്ന പോലെ ആയിട്ട് തീരുമാനിക്കുക. ഫ്രണ്ട്സ് ചൊല്ലിട്ട് എന്തിന് ട്രെൻഡ് എന്തിനുണ്ടോ അതായിട്ട്. അപ്പൊ സുന്നത്തും ഖുർആനും സുന്നത്തും ചൊന്നതല്ല, അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട്. പിന്നെ കുറെ വിഷയം ഞങ്ങൾ ആക്കറ ഇങ്ങനെ. അപ്പൊ ഞാൻ ചൊന്നു വന്നത് ബിദ്അത്ത് ആക്കരവണ് ഭയങ്കര ഡേഞ്ചർ ആയിട്ട് വിഷയ. എന്താ ചൊന്ന അവന്റെ മനസ്സിൽ ബിയാരിക്കണം അവന് നല്ലതും ചൊന്നിട്ടു ബിയാരിക്കും അവന് എപ്പോ ആക്കിക്കൊണ്ടേ പോണ്ടേ അവന് പിന്നെ തൗബ ചെയ്ത ഒരു മനകിടെ ചാൻസ് ഇല്ല. അവന് ഖുർആനും സുന്നത്തിൽ അവരെ പരീക്ഷിക്കില്ല, അത് ഉണ്ടായില്ലെന്ന് ചൊന്നിട്ടു. അപ്പോ പുതിയ ഏത് വിഷയം ഉണ്ടായെങ്കിലും ഞങ്ങൾ അതിലെ സൈഡിൽ പോയിക്കോണം. സുന്നത്തിൽ എന്തിനുണ്ട് ആറ് എന്ത് ചൊന്നിട്ടാങ്കോ കേൾക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപ്പാട്ടിറ സഹാബത്ത് ആക്കിറാറ ഞങ്ങൾക്ക് പടിപ്പാട്ടി തണ്ട് എങ്ങനെ കൊണ്ടുണ്ടാ ഒരേ സെന്റൻസിൽ അത് തീർക്കാറ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അല്ലേ. ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചൊല്ലുമ്പോ ഇതെല്ലാം വേണം ചൊന്നിട്ടു ഞങ്ങൾ കുറെ ബിദ്അത്തായിട്ട് പടിപ്പാട്ട്. ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്തായിട്ട് പടിപ്പാട്ടില്ല, പുതിയത് മാത്രമേ പടിപ്പാട്ടേ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചൊന്നിട്ടു അതിനെ പടിപ്പാട്ടി ഉണ്ടായെങ്കിൽ ഊണുകു തലല് ബുദ്ധി എന്നുണ്ടെങ്കിൽ അവന് ചിന്തിക്കുക ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ പെട്ടതാണ്. അഹ്ലിൻ ചൊന്നെങ്കിൽ ആൽമാർ, സുന്നത്തും ചൊന്നെങ്കിൽ സുന്നത്തിലെ ആൽമാർ. സുന്നത്തും ചൊന്നെങ്കിൽ എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കിയത് ആക്കു ചൊന്നത് ആക്കുമ്പത്തുക അപ്രൂവൽ കൊടുത്തത് ഈ 3 വിഷയമായിട്ട് സുന്നത്തിൽ പണ്ടത്. ഞങ്ങള് ആൽമാർക്ക് പഠിപ്പായിട്ട് ഒരു സുന്നത്ത് മാത്രം ഫിഖിലെ സുന്നത്ത് മാത്രമായിട്ട്. ഫിഖിലെ സുന്നത്തും ചൊന്നെങ്കിൽ എന്തിന് ഫിഖിലെ സുന്നത്തും ചൊന്നെങ്കിൽ ആക്കിയെങ്കിൽ കൂലി കിട്ടിയതും ബുട്ടെങ്കിൽ ശിക്ഷ ഇല്ലാത്തതും ഒന്നായിട്ട്. അപ്പൊ ബുട്ടെങ്കോ തൊന്തരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോടെ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങ എന്താക്കൊരു പിമ്പത്തൊരു നിങ്ങ ഫോളോ ആക്കറുണ്ട്. കൂടെ പഠിപ്പാട്ട് ഈ ഫിഖിലെ സബ്ജക്ട് മാത്രം പഠിപ്പാട്ടിയ സബബുలు അഖീദ പഠിപ്പാട്ടാത്ത സബബുలు പഠിപ്പാട്ടനായ രൂപത്തിൽ കൂടെ ഒന്ന് സുന്നത്തിൽ അത്രയും ഒരു നിസ്സാരമായിട്ട് കാണണ്ട. അഖീദ പഠിപ്പാടുമ്പോഴത്തേക്ക് പഠിപ്പാട്ട് സുന്നത്ത് ചൊന്നെങ്കിൽ അത് ഞങ്ങൾ ആക്കിട്ടേ വേണം ചൊല്ലതായ രൂപത്തിലായിട്ട്. ഒരു നിസ്കാരത്തിൽ സുന്നത്ത് മുട്ടുണ്ടായെങ്കിൽ അത് പൂർത്തീകരണം അല്ല നിസ്കാരത്തിലുണ്ട്. നിസ്കാര സമമേ മാത്രമ പൂർത്തീകരണാവില്ല. അപ്പൊ സുന്നത്ത് അത്രയും ഒരു ഇതായിട്ട്. അപ്പോ ഞങ്ങൾ സുന്നത്തിലെ ആൾമാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനെ പഠിപ്പാട്ടി എന്തിനെ ചൊന്നരു എന്തിനെ അപ്രൂവൽ തന്നു ഒന്നു. എന്നിട്ട് വൽ ജമാഅ എന്തിനെ വൽ ജമാഅ സഹാബത്തുൽ കിറാം സ്വഹാബ എന്തിനെ ആക്കിറാറ് നബി ആക്കിയത് മാത്രമായിട്ട് സ്വഹാബ ആക്കിരേ. നബി ചൊന്നത് മാത്രമായിട്ട് സ്വഹാബ ആക്കിരേ. നബി ചൊന്നത് അപ്രൂവൽ കൊടുത്തത് മാത്രമായിട്ട് സ്വഹാബത്ത് ആക്കിരേ. അപ്പൊ ആ സ്വഹാബത്ത് ആക്കി കാട്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അങ്ങ് ഫോളോ ആക്കിയത് അതുപോലെ ഫോളോ ആക്കിയത്. അങ്ങ് പുതിയത് പോയിട്ട് ഇതാക്കൊക്കെ പോയിട്ടില്ല, എന്ത് ഉണ്ടാക്കൊക്കെ പോയിട്ടില്ല. അങ്ങ് ആക്കിയത് എന്ത് നബിരെ ഫോളോ ആക്കിരേ, നബിരെ പിമ്പത്തിരെ, നബി ചൊന്നതാക്കിരെ. അല്ലാണ്ട് പുതിയത് കൊണ്ടുവന്നിട്ട് ഇത് നല്ലത് ആൾമാർക്ക് പരിപാടിയിട്ടില്ലേ. അപ്പൊ ഞങ്ങൾ ആക്കണ എന്ത് ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ ആൾമാരുണ്ട് കണ്ടിട്ടെങ്കിൽ ഞങ്ങൾ നബി ചൊന്നത് നബി ആക്കിയത് നബി എപ്പോൾ തന്നത് ആ ജമാഅത്ത് ആറ് സഹാബത്തുള്ള ആ സഹാബത്ത് ആക്കിയത് അങ്ങനെ പരിചയമുള്ളത് അങ്ങ് പഠിപ്പാട്ടിയത് അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമായിട്ട് ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ ആൾമാർ. അല്ലാത്ത പുതിയ ബിദ്അത്ത് കൊണ്ടുവന്നിട്ട് ഇത് സുന്നത്തിന് ചൊന്നിട്ട് ആൾമാർക്ക് പഠിപ്പാട്ടിലെ ആൾമാരെ പെരവത്തിൽ പോയെങ്കിൽ ഞങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലാവൂല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് യഥാർത്ഥമായ മുസ്ലിമായിട്ട് ജീവിക്കുകയും അതുപോലെ ഈമാനോടുകൂടെ മരിക്കുകയും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله
ഇത്തഖുല്ലാഹ്. സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോടുകൂടെ അള്ളാഹു ഭയപ്പെട്ടിട്ട് ജീവിക്കാനും ചെന്നിട്ടു സ്വന്തത്തെ ഒട്ടികയും നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കിയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ചൊന്നു വന്ന വിഷയ സുന്നത്തിനെ മാക്സിമം ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഞങ്ങൾ ഫോളോ ആക്കുന്നു. ബിദ്അത്തിനെ പിന്നാലെ പോയെങ്കിൽ അത് വലിയ ഡേഞ്ചർ ആയിട്ടിക്കറ്. ഞങ്ങൾ പോണ്ടതായ തെരു അത് ജഹന്നമകായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ല, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ലല്ല സഹ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് സൂറത്തുൽ കാഫിന്റെ ഓതിയങ്ങ ഇത് ನೆನಪಿക്കു ഈ ആയത്ത്. നബിയെ ചൊല്ലോട്, നബിയെ നിങ്ങൾക്ക് ഹസാറത്തിൽ എന്തെങ്കിലും ചൊല്ലുങ്കിൽ നുക്സാനിലുള്ളതായ ലാസിലുള്ളതായ ആൾമാരെ വിഷയത്തിൽ നാ ചൊന്നു തരട്ടാം. എങ്ങനത്തെ ആൾമാർ അങ്ങ് കുറെ വിഷയം ആക്കുറാറ്, അങ്ങ് ബിയാരിക്കറ ഇത് നല്ലത് നല്ലതെന്ന് ചൊന്നിട്ട് ബിയാരിക്കറാറ്. മാത്രമാ അങ്ങനെ ആ ഒരു അമൽ സ്വാലിയാത്തുക്ക് നാളെ കിയാമത്ത് നാളിൽ ഒരു വെയിറ്റേജും ഇല്ലാത്ത ഒന്നായിട്ടിക്കറ്. അങ്ങ് ബിയാരിക്കറ നല്ലതെന്ന് ചൊന്നിട്ടു ആക്കടെ മാത്രമേ എല്ലാം ബെടക്കായിട്ടിക്കറെന്ന് ചൊന്നു. അപ്പൊ നല്ലതെന്ന് ചൊന്നിട്ടു ഞങ്ങൾ കണ്ടേട്ടായെങ്കും അതിലെ ഖുർആനും സുന്നത്തും ചൊല്ലതായ ആ ഒരു ആ കല്ലിൽ പിച്ചിട്ട് വരച്ചു നോക്കണം. ഇത് ഖുർആനിൽ സുന്നത്തിലുണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലിപ്പാട്ടിര ഇത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ ആ എന്തൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട, ആ വിശ്വാസത്തിക്ക് ഇത് സമ ഉണ്ടാ ചൊന്നിട്ടു ഞങ്ങൾ അനുസരിക്കുമ്പൊത്തുകു ഞങ്ങൾ മനസ്സിലാക്കണം, കേട്ടുള്ളത്. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചൊന്തേണ്ടായെങ്കിൽ അതിനെ ഞങ്ങൾ ഇതാക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പിന്നൊരു ആയത്തിൽ ചൊല്ലുന്നത്, വസ്സാബിഖൂനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ആര് സഹാബത്ത് മുഹാജിരിങ്ങവും അൻസാരിങ്ങവും മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് പോയതായ മുഹാജിർമാർ, മദീനത്തിൽ ഉള്ളതായ സഹാബത്ത് അത് അൻസാർമാർ, ഇങ്ങവും അങ്ങനെ നല്ല വിഷയത്തിൽ എല്ലാ വിഷയത്തിലും അങ്ങനെ പിന്തുടർന്നതായ അങ്ങനെ ഫോളോ ആക്കിയതായ ആൾമാർ അങ്ങനെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അങ്ങനെ തൊട്ടിട്ട് അവർക്ക് പൊരുത്തപ്പെട്ട അങ്ങും അല്ലാഹുവെ തൊട്ടിട്ട് പൊരുത്തപ്പെട്ട. അപ്പോൾ അല്ലാഹുവിന്റെ വിഷയത്തിലും അങ്ങക്ക് തൃപ്തിയായിട്ടിരിക്കുക, അല്ലാഹുവും അങ്ങനെ വിഷയത്തിൽ തൃപ്തിയായിട്ടിരിക്കുക. അങ്ങനത്തെ ആൾമാർ വഅഹദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫിഹാ അബദ ദാലികൽ ഫൗസുൽ അളീം. അങ്ങക്ക് ഞങ്ങൾ എന്താക്കിറ ഉറുക്ക് വെച്ചിറ, ജന്നത്ത് ഉറുക്ക് വെച്ചിറ. അതായിട്ട് വലിയ ഒരു സക്സസ് യശസ്വിയും ചൊല്ലതെന്ന് ചൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചൊല്ലും. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ബിദ്അത്തും വരാത്ത പോലെ റബ്ബിനെ മേലെ മാത്രം തവക്കുലാക്കിയിട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് ജീവിക്കുന്നതായ ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടും. എന്നെങ്കിൽ മാത്രമായിട്ട് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് സക്സസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ.